ഹലോ വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ദ വേൾഡ് ഓഫ് ഡിസൈനിങ് അഥവാ ഡിസൈനിങ്ങിന്റെ ലോകത്തേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കപ്പ് ആൻഡ് സോസറിന്റെ ആ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇതേ ചാപ്റ്ററിൽ നിന്നും എക്സാമിന് എങ്ങനെയാ ചോദ്യം വരിക എന്ന് കൂടി നമുക്ക് അറിയണ്ടേ. അത്തരത്തിൽ ഈ കഴിഞ്ഞ മിഡ് ടേം എക്സാമിന് നിങ്ങളോട് ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു വാച്ചിന്റെ ഈ ഒരു ചോദ്യം നോക്കാം. പ്രിപ്പയർ ആൻ ഇമേജ് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദ എക്സാമ്പിൾ. ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളതുപോലെ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മലയാളം മീഡിയത്തിന്റെ ചോദ്യം ഇവിടെയുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അതിനാദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു, അവിടെ ഗ്രാഫിക്സിലേക്ക് വരുന്നു. അതിൽ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന് പറയുന്ന നമ്മുടെ സോഫ്റ്റ്വെയർ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇവിടെ നമ്മുടെ പേജ് ബോർഡർ ഉണ്ട്, അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. അപ്പോൾ നമുക്കതിനെ തൽക്കാലം ഒഴിവാക്കാം. അതിനായിട്ട് ഫയലിൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിലേക്ക് വരിക. അപ്പോൾ ഫയലിൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വിൻഡോ കിട്ടും. ഈ വിൻഡോയിൽ ഇവിടെ ഷോ പേജ് ബോർഡർ എന്നുണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് ബോർഡർ ഒഴിവായി കിട്ടി. ഇനി നമുക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടിയല്ലോ. ഇവിടെയാണ് നമ്മുടെ പണി തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒന്ന് ചിത്രം നോക്കാം. നമ്മുടെ ചിത്രത്തിൽ എങ്ങനെയാണുള്ളത്? ഇതാ, നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു വാച്ചിൻ്റെ ചിത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സർക്കിൾ ഉപയോഗിച്ചിട്ടാണ് അല്ലേ. ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്. അപ്പോൾ നമുക്കൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് സർക്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു ടൂള് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിൾ കിട്ടി. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ബ്ലാക്ക് തന്നെയാണ് അതിൽ കൊടുക്കേണ്ട കളർ. ചോദ്യത്തിൽ നോക്കൂ, ബ്ലാക്ക് തന്നെയല്ലേ. അപ്പോൾ അവിടെ ബ്ലാക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി ഇതിനൊരു സ്ട്രോക്ക് ഉണ്ട് അല്ലേ. സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള സ്ട്രോക്ക് ആണുള്ളത്. അപ്പോൾ അത് നമുക്ക് കൊടുക്കണമല്ലോ. അതിനെന്ത് ചെയ്യാം? നമ്മുടെ ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് സ്ട്രോക്ക് കൊടുക്കാനായിട്ട് ഒബ്ജക്റ്റിലേക്ക് പോവുക. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക്. അപ്പോൾ ഇതാ, നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വിൻഡോ കിട്ടും. ഇവിടെ സ്ട്രോക്ക് പെയിൻറ് എന്ന് പറയുന്ന ടാബിലേക്ക് വരിക. സ്ട്രോക്ക് പെയിൻറ്, അതിലിവിടെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഫ്ലാറ്റ് കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളോട് ഏത് കളറാണ് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഇവിടെ നിന്നും ഈ ഒരു കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ കണ്ടോ, അവിടെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ സ്ട്രോക്ക് വളരെ ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത് കാണാൻ പറ്റണമെങ്കിൽ നമ്മുടെ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് കൂട്ടണം. അപ്പോൾ സ്ട്രോക്ക് സ്റ്റൈലിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ വിഡ്ത്ത് ചെറുതാണ്, ഇതൊന്ന് കൂട്ടിക്കൊടുക്കും. ഇവിടെ ഈ ഒരു ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ ആ വിഡ്ത്ത് കൂടും. ഓക്കെ, ഞാൻ ആവശ്യത്തിന് കൂട്ടി. ഇനി നമുക്ക് ഈ സ്ട്രോക്കിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. നമ്മുടെ ചിത്രത്തിൽ നോക്കൂ, നമ്മുടെ ചിത്രത്തിൽ കുറച്ചൊരു ലൈറ്റ് കളറാണല്ലേ ഉള്ളത്. അപ്പോൾ ആ ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? സ്ട്രോക്ക് പെയിൻറ്റിലേക്ക് തിരിച്ചു വരിക. എന്നിട്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു മാർഗം കൂടിയുണ്ടല്ലോ. നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രോക്കിന് കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ, സ്ട്രോക്കിന് കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴെയുള്ള കളർ പാലറ്റിൽ നിന്നും കളർ സെലക്ട് ചെയ്താലും മതി. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഏകദേശം ഈ ഒരു കളർ സെലക്ട് ചെയ്തു. അപ്പോൾ സ്ട്രോക്കിന് കളർ കൊടുക്കുമ്പോൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് താഴെയുള്ള കളർ പാലറ്റിൽ നിന്ന് ആവശ്യമായിട്ടുള്ള നിറം സെലക്ട് ചെയ്താൽ മതി. റെഡിയാണല്ലോ. ഇത്രയും കാര്യം വ്യക്തമാണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ചോദ്യത്തിലേക്ക് നോക്കുക. ചോദ്യത്തിൽ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ച് ചേർത്തിട്ടുണ്ട്, അത് കൊടുക്കാലോ. അതിനായിട്ട് ഇവിടെ നമുക്ക് ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉള്ളിലുള്ള കളർ മാറ്റണം. കളർ മാറ്റാനായിട്ട് ജസ്റ്റ് താഴെ നിന്നും നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്താൽ മതി. ഇനി ഒന്ന് നോക്കി നോക്കിയേ, ഇതിൻ്റെ സ്ട്രോക്കിന് കളർ മാറ്റാണ്. അതേപോലെ വലിയ വിടുത്തും ഉണ്ട് അല്ലേ. ഇത്ര വലിയ വിടുത്തൊന്നും നമുക്ക് ആവശ്യമില്ല. ചോദ്യം ഒന്ന് നോക്കി, ഇതിന് സ്ട്രോക്ക് ഉണ്ട്, പക്ഷെ അതൊരു ചെറിയ സ്ട്രോക്കാണ്, അതേപോലെ ബ്ലാക്ക് ആണ് കളർ. അപ്പോൾ സ്ട്രോക്കിൻ്റെ പെയിൻറ് എങ്ങനെ മാറ്റാം? നമുക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ നിന്ന് കളർ മാറ്റാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബ്ലാക്ക് കൊടുത്താലും മതി. ഓക്കെ, ഇവിടെ ഞാൻ ബ്ലാക്ക് കൊടുത്തു. ഇനി സ്ട്രോക്ക് ഇത്ര വലിപ്പം വേണോ? വേണ്ട, ചെറുത് മതി അല്ലേ. അപ്പോൾ വിഡ്ത്ത് കുറക്കണം. സ്ട്രോക്ക് സ്റ്റൈലിലേക്ക് പോകുന്നു. വിഡ്ത്ത് ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് കുറച്ച് കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം? നമ്മുടെ ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റിനെ വലിച്ച് ആവശ്യമായ സ്ഥലത്ത് വെക്കാം. ഇവിടെയാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് നമ്മുടെ ചോദ്യം ഒന്ന് നോക്കിയേ. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ഇതിന് തൊട്ട് താഴെയാണല്ലേ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ തൊട്ട് താഴെയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിലേക്ക് പോകുന്നു. ഒബ്ജക്റ്റിൽ ലോവർ കൊടുക്കുക. തൊട്ട് താഴെ, ഒരു ഒബ്ജക്റ്റിനെ തൊട്ട് താഴെ ആക്കേണ്ടത് കൊണ്ട് ഒബ്ജക്റ്റിൽ ലോവർ കൊടുത്താൽ മതി. അപ്പോൾ അത് താഴെ പോയി. ഇനി നമുക്കിതിനെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. വീണ്ടും ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എങ്ങനെയായിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത്? എഡിറ്റിൽ
ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് പാർട്ട് ഉണ്ടല്ലോ നമ്മൾ ഇതിന് മുൻപുള്ള വീഡിയോയിൽ, കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് ഡി അമർത്തിയാലും മതി. ഞാനിവിടെ എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു. അപ്പോൾ എനിക്കിതിന് മുകളിൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. ഇതിനെ പിടിച്ച് വലിച്ച് ഇവിടെ വെച്ചു. ഇപ്പോഴും ഇതാ നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് ഇതിന് മുകളിലാണുള്ളത് അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ ലോവർ കൊടുത്താൽ മതി. അപ്പോൾ അത് താഴെ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കീബോർഡിൽ ഏറോ കീ പ്രസ് ചെയ്തിട്ട് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചോദ്യം നോക്കാം. ചോദ്യത്തിൽ ഇവിടെ ഹിൻഡിൽ പറഞ്ഞിട്ടുണ്ട് ഏത് ഫോണ്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഫോണ്ടിൽ ഇവിടെ ആ ഒരു ടൈം ചേർത്ത് കൊടുക്കണം. അതിന് ടെക്സ്റ്റുകൾ ഉൾപ്പെടുത്താനുള്ള ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ടൂൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ഒരു ടൈം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള അതേ ടൈം ഞാൻ ഇവിടെ കൊടുത്തു. അതിന് മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യാം. ഫോണ്ട് സൈസ് കൂട്ടാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസ് കുറച്ചൊന്ന് കൂട്ടാം. ഇത്ര വേണ്ടി വരില്ല. ഓക്കെ, ഇത്രയൊക്കെ കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ പാർട്ടുള്ള ഫോണ്ട് കൊടുക്കണം. ഓക്കെ, ഈ ഒരു ഫോണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെയാണ് നമ്മൾ മാറ്റേണ്ടത്. ഒന്നിക്കൽ ഇവിടെ ഈ ഒരു ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ മുഴുവനായി സെലക്ട് ചെയ്തിട്ട് ബാക്ക് സ്പേസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോണ്ട് ടൈപ്പ് ചെയ്താൽ മതി. ഞാനിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നു. അതാ ആ ഒരു ഫോണ്ട് വന്നു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ചിത്രത്തിൽ നിങ്ങളുടെ ഈ ഒരു ചിത്രത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു കളറ് ഞാനിവിടെ കൊടുത്തു. ഓക്കെ, ഇനി നമ്മുടെ ട്രാൻസ്ഫോം ടൂള് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ പിടിച്ച് വലിച്ച് ഇവിടെ വെക്കാം. ഇതിന് കുറച്ച് വലിപ്പം വേണമല്ലോ. അതുകൊണ്ട് എല്ലാ വശവും ഒരേപോലെ വലുതാകാൻ വേണ്ടി കീബോർഡിലെ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്തിട്ട് ഇവിടെ പിടിച്ച് ഇങ്ങോട്ടേക്ക് വലിക്കാം. ഓക്കെ, ഇത്രയും ഞാൻ ചെയ്തു. ഇനി ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കീബോർഡിൽ ഏറോ കീ പ്രസ് ചെയ്ത് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. റെഡിയാണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊക്കെ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് മുഴുവനായി ഒന്ന് ഡ്രാഗ് ചെയ്താൽ എല്ലാം ഒന്ന് സെലക്ട് ആയി കിട്ടി. ഇനി ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കാം. അപ്പോൾ ഇത് ഗ്രൂപ്പായി. ഇനി നമ്മുടെ ചോദ്യം നോക്കുന്നു. ചോദ്യത്തിൽ പാർട്ടുണ്ട് എക്സ്പോർട്ട് ദ ഇമേജ് ടു PNG ഫോർമാറ്റ്. PNG ഫോർമാറ്റിൽ എക്സാം 10 എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പറായി സേവ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുക, ഫയലിലേക്ക് പോകുന്നു, എക്സ്പോർട്ട് PNG ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ വന്നല്ലോ. ഇവിടെ എക്സ്പോർട്ട് ആസ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളുടെ ഹോമിലെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡർ നോക്കുക. ഇതാ ഇവിടെ എക്സാം 10 എന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അവിടെ ഫയൽ നെയിം കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ രജിസ്റ്റർ നമ്പർ കൊടുത്തു. എന്നിട്ട് _ കൊടുക്കുക. _ എങ്ങനെയാണ് കൊടുക്കുക, നിങ്ങളുടെ കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് _ ഒരു കീ ഉണ്ട്, അത് കൊടുത്താൽ മതി. എന്നിട്ട് എത്രാമത്തെ ചോദ്യമാണോ ആ ചോദ്യ നമ്പർ കൊടുക്കുക. 1ാമത്തെ ചോദ്യമാണെങ്കിൽ 1 എന്ന് കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു എക്സ്പോർട്ട് എന്ന് പറയുന്ന ബട്ടൺ നിർബന്ധമായും ക്ലിക്ക് ചെയ്യണം. മറന്നു പോകരുത്, എക്സ്പോർട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ തയ്യാറാക്കിയ ചിത്രം ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. ഇതേപോലെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ സെലക്ഷൻ ടാബ് തന്നെയല്ലേ വന്നിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ട് സെലക്ഷൻ ടാബ് തന്നെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തെങ്കിൽ ആ ഒരു സെലക്ട് ചെയ്ത ഭാഗം മുഴുവനായിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ടായി കിട്ടും. അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാ ഈ ഒരു ബാഡ്ജ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതായത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് മാതൃകയിലുള്ളതുപോലെ, അത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളായാലും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു ബാഡ്ജ് തയ്യാറാക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഹോമിലെ ഇമേജസ് 10 എന്ന് പറയുന്ന ഫോൾഡറിലെ palette.png എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. ആ ഒരു ചിത്രം ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. ചിത്രം മുഴുവനായിട്ട് ഗ്രൂപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിൽ SVG ഫോർമാറ്റിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പണി തുടങ്ങിയാലോ. ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യണം. അതിന് ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ നമ്മുടെ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു പേജ് ബോർഡർ തൽക്കാലം ഒഴിവാക്കാം. അതിനായിട്ട് ഫയലിലേക്ക് പോകുന്നു, ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിലേക്ക് വരുന്നു. അപ്പോൾ ഒരു വിൻഡോ വരും. ഇവിടെ താഴെ ബോർഡർ എന്ന് പറയുന്ന സ്ഥലത്തെ ഷോ പേജ് ബോർഡർ എന്നതിന് അവിടെയുള്ള ടിക്ക് മാർക്ക് ഒഴിവാക്കുക. അപ്പോൾ ആ ഒരു പേജ് ബോർഡർ അവിടെ നിന്ന് പോയി. ഇനി നമുക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യത്തിലേക്ക് നോക്കുക. ഇത്തരത്തിലൊരു റെക്റ്റാങ്കിൾ നമുക്ക് ഇവിടെ വരക്കണം. അപ്പോൾ റെക്റ്റാങ്കിൾ വരക്കാനായിട്ട് ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്ന ടൂള് ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിൾ വരച്ചു. ഇനി നമ്മുടെ ചോദ്യം നോക്കാം. ചോദ്യത്തിൽ ഇതിനകത്ത് കളർ ഉണ്ട്. അത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഏകദേശം നടുവിലോട്ട് ഒരു വൈറ്റും ബാക്കിയുള്ള ആ ഒരു ഭാഗത്തൊരു മഞ്ഞ വരുന്ന ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മനസ്സിലായി. അപ്പോൾ അതെങ്ങനെ നമുക്ക് കൊടുക്കാം, അതിനു വേണ്ടി നമുക്ക്
ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിലേക്ക് പോകാം. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഫിൽ എന്ന് പറയുന്ന ടാബിനകത്ത് നാലാമതായി ഒരു ഓപ്ഷൻ ഉണ്ട്, റേഡിയൽ ഗ്രേഡിയന്റ്. അത് ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കിതാ ഈ ടൂൾ ബോക്സിൽ താഴെയായിട്ട് ഒരു ചെറിയൊരു ട്രയാങ്കിൾ കാണാലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കണ്ടോ, ഇവിടെ ലീനിയർ ഗ്രേഡിയന്റും റേഡിയൽ ഗ്രേഡിയന്റും അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് റേഡിയൽ ഗ്രേഡിയന്റ് എടുത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഒബ്ജക്റ്റിന് റേഡിയൽ ഗ്രേഡിയന്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഫിൽ ആൻഡ് സ്ട്രോക്കിൽ നിന്നാണ് റേഡിയൽ ഗ്രേഡിയന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ട്രാൻസ്ഫോം ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഒബ്ജക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഫിൽ എന്ന് പറയുന്ന ടാബിൽ നാലാമത്തെ ഓപ്ഷനായ റേഡിയൽ ഗ്രേഡിയന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിൽ വന്ന മാറ്റം കണ്ടോ. ഇനി എന്ത് ചെയ്യാം, ഈ ഒരു ഒബ്ജക്റ്റിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നോഡുകൾ വന്നിട്ടുണ്ട്. നടുവിലുള്ള നോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റ് കൊടുക്കാം. സൈഡിലുള്ള നോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചിത്രത്തിൽ കാണുന്ന ഏകദേശം ഈ ഒരു നിറം കൊടുക്കാം. കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളർ കിട്ടും. ഏകദേശം ഈ ഒരു കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി വൈറ്റ് ഇവിടെ ഒന്ന് സ്പ്രെഡായി നിൽക്കുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു നോഡൊന്ന് വലിക്കാം. കുറച്ചൊന്ന് ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും. ഈ ഒരു ഭാഗവും കൂടി നമുക്ക് കുറച്ചൊന്ന് വലിക്കാം. ഓക്കെ, ഏകദേശം നമ്മുടെ ചിത്രത്തിലുള്ളത് പോലെയായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് ചുറ്റുമായിട്ട് ഒരു സ്ട്രോക്ക് ഉണ്ട് അല്ലേ. അതായത് ഈ ഒരു സ്ട്രോക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിന് സ്ട്രോക്ക് കൊടുത്തിട്ടും ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ബോർഡർ പോലെയല്ലേ, അപ്പോൾ വേറെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഇതിന് പുറകിലായിട്ട് സെറ്റ് ചെയ്തിട്ടും കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഒബ്ജക്റ്റിനെ ഒരു സ്ട്രോക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതെങ്ങനെയായിരുന്നു, ആദ്യം നമ്മുടെ ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ സ്ട്രോക്ക് പെയിന്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവാം. ഈ സ്ട്രോക്ക് പെയിന്റിൽ ഇവിടെ രണ്ടാമതായിട്ടുള്ള ഫ്ലാറ്റ് കളർ കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ ഒരു സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കാം. കളർ മാറ്റാൻ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റാം. ഇവിടെ നിന്നും ആ ഒരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു കളർ നമുക്ക് കൊടുക്കാം. ഏകദേശം നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു കളർ ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ സ്ട്രോക്കിൻ്റെ വലിപ്പം അഥവാ ചെറുതാണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്ട്രോക്ക് സ്റ്റൈലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കൂട്ടാനും അതേപോലെ കുറക്കാനും വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അത് ചിലപ്പോൾ വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇപ്പോൾ 0 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ട്രോക്ക് കാണില്ല. കണ്ടില്ലെങ്കിൽ സ്ട്രോക്ക് സ്റ്റൈലിൽ വന്നിട്ട് ഈ വിടുത്തൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി. ആവശ്യത്തിന് ഇതേപോലെ കൂട്ടിക്കൊടുത്താൽ ആ ഒരു സ്ട്രോക്ക് അവിടെ വന്നോളും. അപ്പോൾ സെറ്റാണല്ലോ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ചിത്രം ഇവിടെ ഉൾപ്പെടുത്തണം. അതിനുവേണ്ടി നമ്മുടെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹോമിലെ ഇമേജസ് 10 എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് palette.png എന്ന് പറയുന്ന ചിത്രമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ചിത്രം ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഫയലിൽ ഇമ്പോർട്ട് കൊടുക്കുക, ഫയലിൽ ഇമ്പോർട്ട്. അപ്പോൾ നമുക്കിത് ഇത്തരത്തിലൊരു വിൻഡോ വരും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോമിലെ, ഇവിടെ ഹോം ഉണ്ട്, ഹോമിലെ ഇമേജസ് 10 എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്, അത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ 2 ചിത്രങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തെ palette.png എന്ന് പറയുന്നത് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ കൊടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിൻഡോ വരും. ഇവിടെ ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ആ ഒരു ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങളുടെ കീബോർഡിലെ കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിലെവിടെയെങ്കിലും ഒന്ന് പിടിച്ച് വലിക്കുക. ഓക്കെ, അപ്പോൾ അത് എല്ലാ ഭാഗവും ഒരേപോലെ വലുതായിട്ട് കിട്ടും. ഓക്കെ, ഞാൻ ഇത്രയും വലുതാക്കി ഇവിടെയായിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ ചോദ്യത്തിൽ നോക്കാം. ഇതാ കലോത്സവം ഒരു -2023 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കാമല്ലോ. അത് ടൈപ്പ് ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൂൾ ബോക്സിൽ നിന്നും ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യുക. അവിടെ കൊടുത്തിട്ടുള്ള കാര്യം അതേപോലെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിത്രത്തിൽ നോക്കാം, അത് ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ കീബോർഡിലെ ക്യാപ്സ് ലോക്ക് കീ ഒരു തവണ പ്രസ് ചെയ്യുക, എന്നിട്ട് കലോത്സവം എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിനെ മുഴുവനായിട്ട് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ ഒരു 3 തവണ സ്പീഡിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇവിടെ നിന്നും ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ ഡ്രാഗ് ചെയ്താലും മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് കുറച്ച് കട്ടി കൂട്ടണം. അതിനായിട്ട് ഇവിടെ നോർമൽ ആണുള്ളത്, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ബോൾഡാക്കി മാറ്റാം. ഇനി നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ നോക്കുക, ഇത് ഈ ഒരു കളറാണ്. അത് നമ്മുടെ കളർ പാലറ്റിൽ നമുക്കിത് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടെയായിട്ട് ഈ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിന് ആ ഒരു കളർ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് വലുതാക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോം ടൂളിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കീബോർഡിലെ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വലിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കിതിനെ പിടിച്ച് വലിച്ച് ഇവിടെയായിട്ട് സെറ്റ് ചെയ്യാം.
ഓക്കെ ആണല്ലോ. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഏകദേശം ആ ഒരു രീതിയിൽ നമ്മൾ ചിത്രം റെഡിയാക്കി കഴിഞ്ഞു, ആ ഒരു ബാഡ്ജ് റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പ്രത്യേകം ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ചിത്രം മുഴുവനായി ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഇത് മുഴുവനായി ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറമേ ഇതാ ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് മുഴുവനായിട്ടൊന്ന് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ എല്ലാം ഒന്ന് സെലക്ട് ആയിട്ടുണ്ട്. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഇതേപോലെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം? ചോദ്യത്തിൽ നോക്കുക, ഈ ചിത്രം ഹോമിലെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ആക്കിയിട്ട് SVG ഫോർമാറ്റിൽ സേവ് ചെയ്യണം. അതിനായിട്ട് എന്ത് ചെയ്യണം? ഫയലിൽ സേവ് കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹോമിലെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ഞാനിവിടെ 1 2 3 4 5 എന്ന് കൊടുത്തു. എന്നിട്ട് _ കൊടുക്കുക. എന്നിട്ട് എത്രാമത്തെ ചോദ്യമാണ് ആ ചോദ്യ നമ്പർ ഇവിടെ കൊടുക്കുക. ഞാൻ വെറുതെ ഒന്ന് 4 എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്. ഈ ഒരു സേവ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാഡ്ജ് അവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സെറ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.